എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന മയോണൈസിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു രീതിയിലല്ലാട്ടോ ചെയ്യുന്നത്, 4 വ്യത്യസ്ത രീതിയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. മുട്ടയും ഓയിലൊന്നും ഉപയോഗിക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള 2 വ്യത്യസ്ത രീതി നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ സാധാരണ നമ്മൾ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ളതും. അപ്പോൾ നമുക്ക് ഹെൽത്തി ഗാർലിക് മയോണൈസ് തൈര് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. നമുക്കതിനായിട്ട് നല്ല കട്ട തൈരാണ് ആവശ്യം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാകുമ്പോഴാണ് കൂടുതൽ നന്നാവുക. ചെയ്ത് നോക്കിയപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്തത്. ഇപ്പോൾ പക്ഷേ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച തൈരാണ്, അതുകൊണ്ട് അത്ര അധികം കട്ടയാവില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല കട്ടയായിട്ട് കിട്ടും. അപ്പോൾ നമുക്കെങ്കിലും ഇത്തിരി കട്ടയായിട്ട് എടുക്കണം. അതിനായിട്ട് ഇതൊന്ന് അരിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കളയണം. അതിനായിട്ട് ഞാനിവിടെ ഒരു തോർത്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൗകര്യമുള്ളത് എടുക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് തോർത്ത് വെച്ചിട്ട് അതിൽ ഈ തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യണ സമയത്ത് അതിൻ്റെ വെള്ളമൊക്കെ നമുക്കിങ്ങനെ പോണതായിട്ട് കാണാൻ പറ്റും. അപ്പം എനിക്കിങ്ങനെയാണ് ഇതിങ്ങനെ വെള്ളം കളയാനായിട്ട് അറിയാം. നിങ്ങൾക്ക് വേറെ രീതിയിൽ അറിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് അതിലത്തെ വെള്ളമൊക്കെ കളയാണ്. വെള്ളമൊക്കെ അതിൽ പോയിട്ട് നമുക്ക് ഏകദേശം കട്ടയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇതിലും ഒത്തിരി കട്ടയെ കിട്ടും നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണെങ്കിൽ. അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിലുണ്ടാക്കിയ തൈര് എടുക്കാനായിട്ട് ശ്രമിക്കുക. എനിക്കിപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. മയോണൈസ് നമുക്ക് ബീറ്റർ വെച്ചിട്ടും അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കും ബീറ്റർ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഈ ജാർ എല്ലാവരുടെ അടുത്ത് ഉണ്ടാവും എന്നറിയാം. ഇപ്പം ഞാനിവിടെ കുറച്ചളവാണ് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 4 രീതിയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിതിൽ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ അതിന് തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു നുള്ള് കുരുമുളക് പൊടിച്ചത് ആഡ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം വെളുത്തുള്ളിയാണ് ആവശ്യം. ഞാൻ ചെറിയൊരു വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അത് ഞാൻ മുഴുവനും ഇതിലേക്ക് കട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കടുകിൻ്റെ പേസ്റ്റോ അല്ലെങ്കിൽ കടുക് പൊടിച്ചതോ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 4 മണി കടുക് അങ്ങനെ ആഡ് ചെയ്യാണ്. നമ്മളപ്പോൾ ഇതൊക്കെ അരച്ച് വരുമ്പോൾ കടുകും അതിൽ അരഞ്ഞ് കറക്റ്റാവും. കടുക് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി. എനിക്ക് അത്ര കടുകിൻ്റെ മണം ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനൊരു 4 മണി മാത്രമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. കൂടുതൽ വേണ്ടവർക്കും കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ, ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യേണ്ടതുണ്ട്. പഞ്ചസാര മുഴുവനായിട്ട് ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് കഴിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ കറക്റ്റ് അളവ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പം നമുക്കിത് അരച്ചതിന് ശേഷം നമുക്കതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ഇനി ഞാൻ ഇതിലേക്ക് വിനീഗറാണ് ആഡ് ചെയ്യണത്. വിനീഗർ താല്പര്യമില്ലാത്തവർക്ക് ചെറുനാരങ്ങ സിറപ്പ് ഒഴിക്കാവുന്നതാണ്. എനിക്ക് ചെറുനാരങ്ങ സിറപ്പിൻ്റെ ടേസ്റ്റിനേക്കാൾ കൂടുതൽ ഇഷ്ടം വിനീഗറിൻ്റെ ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിതിലേക്ക് വിനീഗർ ആഡ് ചെയ്യണത്. 1 ടീസ്പൂൺ വിനീഗറാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. ഇത് അരയ്ക്കുന്ന രീതി വ്യത്യാസമുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ അറിയാത്തവർക്കായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അറിയണവർ ദയവായി ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ മിക്സി എടുത്തിട്ട് അതിൻ്റെ ബട്ടൺ നമ്മൾ റൈറ്റിലേക്കാണല്ലോ എപ്പോഴും അടിക്കാറ്. അതായത് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ നമ്മൾ റൈറ്റിലേക്കാണ് തിരിക്കാറ്. അത് 1, 2, 3 എഴുതിയ സ്ഥലത്തേക്കാണ് നമ്മൾ എപ്പോഴും തിരിക്കാറ്. പക്ഷേ ഇത് ചെയ്യണത് നേരെ ഓപ്പോസിറ്റ് വേണം. അതായത് നമ്മൾ ഇങ്ങനെ ചെയ്യണ സമയത്ത് ലെഫ്റ്റിലോട്ട് തിരിക്കണം. ലെഫ്റ്റിലോട്ട് തിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ശബ്ദത്തോട് കൂടിയിട്ട് അത് ഓണായി ഓഫാവും. അങ്ങനെ നമ്മൾ ചെയ്യണം. അതായത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. നമ്മൾ സാധാരണ റൈറ്റിലേക്ക് 1, 2, 3 എഴുതിയ സ്ഥലത്തേക്കാണ് തിരിക്കുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ച് അപ്പം തന്നെ എടുക്കുന്നതാണ്.
അപ്പോൾ അങ്ങനെ 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് അടിച്ച് കറക്റ്റായിട്ടൊന്നുമില്ല, പക്ഷേ എങ്കിലും ഇതിൻ്റെ നമുക്ക് ഈ സമയത്ത് ഉപ്പ് പുളി ഇതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഉപ്പ് പോരാത്തുണ്ട് അവർക്ക് ഉപ്പിടാം, അതല്ല നമുക്ക് പുളിരസം കുറച്ച് കുറവ് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഇടാം. നിങ്ങളുടെ താല്പര്യപ്രകാരം ഇതിലേക്ക് മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. എനിക്ക് ഉപ്പ് കുറവ് തോന്നിയിട്ട് ഞാനിപ്പോൾ സ്വല്പം കൂടെ ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ ഇത് അടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് 3 പ്രാവശ്യം അടിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായി കിട്ടും. ഞാൻ മുന്നേ ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതിലേക്ക് ഒരു സ്പൂണാണ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. 1 ടീസ്പൂണും കൂടെ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണും കൂടെ വിനാഗിരിയും ആഡ് ചെയ്തിരുന്നു. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി 1 പ്രാവശ്യം കൂടി അടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിനേക്കാളും സ്വല്പം കൂടെ തിക്കാവും. എന്നാൽ നമുക്ക് ഒത്തിരി തിക്കൊന്നും ആവില്ല, കാരണം നമ്മൾ തൈര് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ തൈരിൻ്റെ കട്ടിക്കനുസരിച്ച് തിക്നെസ്സിൻ്റെ അളവിൽ വ്യത്യാസം വരും. പിന്നെ നമുക്കിത് വളരെ ഹെൽത്തിയാണ്. നമ്മളിതിൽ ഓയിലോ അല്ലെങ്കിൽ മുട്ടയോ ചേർക്കണില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ്. അടുത്തതായി നമുക്ക് അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് മയോണൈസ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം അണ്ടിപ്പരിപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതൊരു 10-15 മിനിറ്റ് നേരം നമ്മൾ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇടണം. ഇത് കുതിർന്ന് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാം. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനൊരു 15 മിനിറ്റ് അങ്ങനെ വെച്ചതാണ്. അതൊരു 10 മിനിറ്റൊക്കെ വെച്ചാലും മതി. ഇനി നമുക്കതെല്ലാം ഒരു ജാറിലേക്ക് അരയ്ക്കാനായിട്ട് ഇടേണ്ടതാണ്. ഇത് ഞാനൊരു ചെറിയ ജാറിലിട്ട് അരച്ചിട്ടാണ് കാണിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേറെ എന്തെല്ലാം ആഡ് ചെയ്യണമെന്ന് നോക്കാം. ഞാനിവിടെ ആപ്പിൾ സിഡാർ വിനീഗർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ ആപ്പിൾ സിഡാർ വിനീഗറാണ് നമുക്കിതിലേക്ക് ആവശ്യം. അത് ഓപ്ഷനിലാണ്, താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി. അത് ഒത്തിരി നല്ലതായതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്യണത്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വിനീഗർ ആഡ് ചെയ്യാണ്. വിനീഗറിന് പകരം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ കുരുമുളക് പൊടിച്ചത് 1 നുള്ള്. ഇതിൽ ഞാൻ കടുക് ചേർക്കണില്ല, കടുക് താല്പര്യമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ സ്വല്പം പഞ്ചസാര. അതിനുശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി 1 കഷ്ണം കട്ട് ചെയ്ത് ആഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്കിനി ആവശ്യാനുസരണം വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് ഫൈനായിട്ട് അരഞ്ഞിട്ടൊന്നുമില്ല. ഇതിലേക്ക് ഇനി നമുക്ക് എന്തെല്ലാം ആഡ് ചെയ്യണമെന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് സ്വല്പം വെള്ളത്തിൻ്റെ കുറവുണ്ട്, അത് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് ആഡ് ചെയ്തു ഞാൻ. പിന്നെ എനിക്ക് സ്വല്പം പുളിയുടെ ടേസ്റ്റ് കുറവ് തോന്നി, അതുകൊണ്ട് 1 ടീസ്പൂണും കൂടെ വിനാഗിരി ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്കിത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ച് കറക്റ്റായിട്ടുണ്ട്. തിക്നെസ്സൊക്കെ കറക്റ്റാണ്, നല്ല തിക്നെസ് ഉണ്ട്. നമുക്ക് പെർഫെക്റ്റ് മയോണൈസിൽ കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഇത് ഓരോ രീതിയിൽ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ അതിലിടുന്ന ഇൻഗ്രീഡിയൻസ്, അതായത് തൈര്, പാല് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുട്ട, അങ്ങനെ അതിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാണ്. അതിൽ ആവശ്യമുള്ളത് നമുക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ആഡ് ചെയ്യാതിരിക്കാം. അതൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചാണ്. ഇത് കറക്റ്റായിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ് ഇത്. കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്തതായി നമുക്ക് മുട്ടയും ഓയിലൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് മയോണൈസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് മുട്ടയുടെ വെള്ളയാണ് നമുക്ക് ആവശ്യം. മുട്ടയുടെ മഞ്ഞ ഇട്ട് കഴിഞ്ഞാൽ അത്ര കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ ഒത്തിരി അതിൻ്റെ ഒരു മണം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുട്ടയുടെ വെള്ളയാണ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് ഓയിൽ ആവശ്യമുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ 1 മുട്ടയ്ക്ക് 1/4 കപ്പ് ഓയിൽ, അതാണ് കണക്ക്. അതായത് 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് ഓയിലാണ് 1 മുട്ടയ്ക്ക് ആവശ്യം. ഇപ്പോൾ 2 മുട്ടയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി, അങ്ങനെയാണ് ഇതിൻ്റെ അളവ്. ഇനി നമുക്കിതിലേക്ക് മറ്റുള്ള സെയിം സംഭവങ്ങൾ തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. അതായത് 1 കഷ്ണം വെളുത്തുള്ളി, കുരുമുളക് പൊടി, കടുക്, ഉപ്പ്, പഞ്ചസാര. പിന്നെ ഞാനിതിൽ വിനാഗിരിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നാരങ്ങ നീര് ആഡ് ചെയ്യാം. ഇതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കല്ല, നമ്മൾ ഇതേപോലെ തന്നെ ലെഫ്റ്റിലോട്ട് നിർത്തി അടിച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ ബാക്കിലോട്ടാക്കി അടിച്ച് 3 പ്രാവശ്യമായിട്ട് കറക്റ്റാക്കി എടുത്തിട്ടുള്ളതാണിത്. കറക്റ്റ് തിക്നെസ് എല്ലാം വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ ഇത്തിരി കുറവ് എന്താണെന്ന് വെച്ചാൽ
കുരുമുളക് പൊടി ആഡ് ചെയ്ത് ഇത്തിരി സ്വല്പം കൂടുതലാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് എഗ്ഗൊക്കെ ആഡ് ചെയ്തുകൊണ്ട് എനിക്ക് കുരുമുളക് പൊടി ചേർക്കുന്നത് ഇത്തിരി കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഈ കളർ ഇരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യപ്രകാരം അതിൽ മാറ്റം വരുത്താം, അതല്ലെങ്കിൽ വൈറ്റ് കുരുമുളകും എടുക്കാവുന്നതാണ്. നമുക്ക് അടുത്തതായിട്ട് മുട്ട ചേർക്കാതെ പാല് വെച്ചിട്ട് എങ്ങനെയാണ് മയോണൈസ് തയ്യാറാക്കണമെന്ന് നോക്കാം. നമുക്ക് മുട്ടയ്ക്ക് പകരം പാൽ അത്രയേ ഉള്ളൂ. നമ്മൾ ഒരു മുട്ടയ്ക്ക് 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്ത പോലെ ഇതിലേക്കും 1/4 കപ്പ് പാലിന് 1/4 കപ്പ് ഓയിൽ, അതാണ് കണക്ക്. ആ കറക്റ്റ് കണക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റായി കിട്ടും. ബാക്കിയൊക്കെ സെയിം തന്നെ. നമ്മളതിലേക്ക് അതിന് ശേഷം വെളുത്തുള്ളി ആഡ് ചെയ്യും, പിന്നെ കുരുമുളക്, പിന്നെ കടുക്, ഉപ്പ്, വിനാഗിരി, പഞ്ചസാര ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേറെ ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. അതായത് നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് അരയ്ക്കണം. മറ്റേത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണല്ലോ ഇട്ടിരുന്നത്, ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ 1 മിനിറ്റ് ഫുൾ സ്പീഡിലിട്ടിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. അത് ശ്രദ്ധിക്കുക, 1 മിനിറ്റ് ഫുൾ സ്പീഡിലിട്ട് അരച്ചെടുക്കുക. നമ്മളങ്ങനെ 1 മിനിറ്റ് ഫുൾ സ്പീഡിലിട്ടിട്ട് അരച്ചെടുത്താണ് ഇത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, കൂടുതൽ നേരം അരയ്ക്കാനും പാടില്ല, കുറവും പാടില്ല. ഈ അളവുകളൊക്കെ കറക്റ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതിന് അരച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പെർഫെക്റ്റ് മയോണൈസ് കിട്ടും. നമ്മളിതിൽ എഗ്ഗ് ചേർത്തിട്ടില്ല, അതിന് പകരം പാലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ 4 വ്യത്യസ്ത രീതിയിൽ ഇവിടെ മയോണൈസുകൾ ചെയ്തു. 2 വളരെ ഹെൽത്തിയാണ്. ഇത് ഹെൽത്തി അല്ല എന്നല്ല കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഒത്തിരി നന്നാവും നമ്മൾ വീട്ടിലുണ്ടാക്കണത്. നമ്മൾ അധികം പ്രിസർവേറ്റീവ്സും ചേർക്കണില്ല. പിന്നെ ഇത് പുറത്ത് വയ്ക്കാനൊന്നും പറ്റില്ല, നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. പിന്നെ ഒത്തിരി നാളൊന്നും ഇരിക്കില്ല, ഒരാഴ്ചയൊക്കെ ആക്കിയാൽ മതി. പിന്നെ അതിലും കൂടുതൽ ഇരിക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അത്ര നല്ലതല്ല നമ്മൾ അധികം നാൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറച്ചളവ് മാത്രം തയ്യാറാക്കിയാൽ മതിയാവും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. സബ്സ്ക്രൈബേഴ്സ് പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടണില്ല. അവർ പിന്നീടും ഞാൻ ഇട്ട വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ബട്ടൺ കാണും, അതൊന്ന് ടച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോകൾ പിന്നീടും കാണാനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിലെ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.